നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. തനിക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടോ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആവും. അല്ലെങ്കിൽ വേണ്ടല്ലേ, 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തൻ്റെ വീട്ടിലേക്കൊന്ന് പോവാം. പിന്നെ അമ്പലത്തിൽ, അതിപ്പോ ഏതമ്പലത്തിലായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. പോകണമെങ്കിൽ നമുക്ക് പോവാം. എന്നിട്ട് ഒരു ദിവസം നമുക്ക് ഫുള്ളായിട്ടൊന്ന് കറങ്ങാം. ഏയ് നന്ദിനി, താനെന്തൊന്നും പറയാത്തേ? എന്തു പറ്റി? അസുഖം വന്നപ്പോ കിളി പോയാ? നന്ദിനി, നന്ദിനി എഴുന്നേറ്റ്. താൻ എന്തേ കാണിക്കുന്നേ? നന്ദിനി എഴുന്നേറ്റ്. എന്തേ കാണിക്കുന്നു? എഴുന്നേറ്റ് എണീ. താൻ എന്താടോ ഈ കാണിക്കുന്നത്? ഞാൻ സാറടിക്കുന്ന ഉയരത്തിൽ നോക്കുമ്പോ ഒരു പുഴുവിന്റെ വലിപ്പം പോലും ഇല്ലാത്തൊരാള്. കൂടെ ഉള്ള ഒരാൾക്ക് അസുഖം വന്നാല് ഇതൊക്കെ ആരും ചെയ്യുന്നല്ലേ? ആരത് നിന്റെ കൂടെ ഇരുന്നില്ലേ? അച്ഛൻ ഇരുന്നില്ലേ? അതുപോലെയല്ലേ ഞാനും. അവരാരെങ്കിലും അമ്പലത്തിന്റെ നടയിൽ പോയി ഭിക്ഷ എടുത്തോ? തന്നോട് ഇതാരാ പറഞ്ഞപ്പോ? എന്നോട് എല്ലാരും മറച്ചു വെച്ചു. കുറച്ചും അച്ഛൻ പൂജാമുറി വെച്ച് പറയാൻ പോയപ്പോ യതീന്ദ്രൻ സാറ് തടഞ്ഞു. പക്ഷെ എനിക്കറിയായിരുന്നു സർ, അന്ന് സാർ അമ്പലത്തിന്റെ നടയിലിരുന്നപ്പോ പത്മ മാഡം വന്ന് യതീന്ദ്രൻ സാറിനോട് ദേഷ്യപ്പെട്ടു. അപ്പോഴാ ഞാൻ കേട്ടത്, സാറിനെ പോലൊരാള്, ഇത്രയും സമ്പത്തുള്ള ഒരു മനുഷ്യൻ എന്നെ പോലെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തിക്ക് വേണ്ടി. നന്ദിനി, ഒന്നിനും കൊള്ളാത്തോളം പറയരുത്. വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി ചെന്നിരുന്നല്ല ഞാൻ. തന്നെ അച്ഛൻ എന്നോട് പറയും, മോൾക്ക് വേണ്ടി ഒന്നും കൂട്ടി വെക്കാൻ അച്ഛനെ കൊണ്ട് പറ്റിയില്ല എന്ന്. അച്ഛനോട് ഞാൻ പൊറുക്കണമെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ അച്ഛനോട് എന്താ പറയാനുണ്ടെന്നറിയോ? അച്ഛൻ കൂട്ടി വെക്കാൻ ആഗ്രഹിച്ചതിലും 1000 ഇരട്ടി ദൈവം എനിക്ക് തന്നു സാറിന്റെ രൂപത്തില്. ഞാൻ സാറിന്റെ സ്വാതന്ത്ര്യങ്ങളിലൊക്കെ ഇടപെട്ടു. അമ്മയോട് മിണ്ടുന്ന കാര്യത്തില് വഴക്കടിച്ചു. എന്നിട്ടും എനിക്ക് വേണ്ടി. നന്ദിനി, എന്റെ ജീവിതത്തിൽ എന്നെ ഉപദേശിക്കാനും ശാസിക്കാനും എന്റെ അച്ഛൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം ഇടപെട്ടൊരാള് താനെ കാണൂ. ഞാൻ ഒരുപാടൊക്കെ മാറിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ മാറ്റത്തിന്റെ ഒരു പുട്ടും പൊടിയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് താൻ കാരണം. സ്നേഹത്തെക്കുറിച്ച് താൻ പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു പുസ്തകം വായിച്ചതിന്റെ അറിവാണ് എനിക്ക്. ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് താൻ ഓർമ്മിപ്പിക്കുമ്പോൾ അതിലും വലിയൊരു ഉപദേശം എനിക്ക് വേറെയില്ല. ഞാൻ അറിയാതെ എന്റെ ജീവിതത്തിലെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമായിട്ട് മാറി നന്ദിനി. മൊത്തത്തിൽ ഞാനാ തന്നോട് താങ്ക്സ് പറയേണ്ടത്. ഇതുവരെ സംഭവിച്ചെന്നെല്ലാം അനുഗ്രഹങ്ങൾ തരുന്ന ദൈവം എന്നെ സംബന്ധിച്ച് എന്നെ ജീവൻ തന്നെ അനുഗ്രഹിച്ചത് സാറ്.
ദൈവത്തിന് പൂജ ചെയ്യണം. ഇനി മുതല് എനിക്ക് സാറിനോട് ചെയ്യാനുള്ളതും അതാ. ആഹാ, എന്ന് വെച്ചാ എന്റെ ബിംബം കൊത്തിവെച്ച് പൂജ നടത്താനാണോ തന്റെ പ്ലാൻ? ഒന്ന് പോവിടുന്ന്. ഒരുപാട് നന്ദിയുണ്ട് സർ, ഒരുപാട്.